രാഹുൽ ഈശ്വർ ഇവിടെ കിഷൻ റെഡ്ഡിയുടെ കാര്യം പറഞ്ഞു. ശ്രീ ആർ യു ബാബു, കിഷൻ റെഡ്ഡി ഇപ്പോൾ ബെന്നി ബെഹനാൻ 2020 ചോദ്യത്തിന് ആഭ്യന്തര വകുപ്പിന്റെ മറുപടി നോ സച്ച് കേസ് ഓഫ് ലവ് ജിഹാദ് ഹാസ് ബീൻ റിപ്പോർട്ടഡ് ബൈ എനി ഓഫ് ദ സെൻട്രൽ ഏജൻസി എന്നുള്ളതാണ്. അതിന് കാരണമായി പറഞ്ഞ എന്താണ്? ഈ പറയുന്ന ലവ് ജിഹാദ് എന്ന പദാവലി നിയമപരമായി ഡിഫൈൻ ചെയ്തിട്ടില്ല. 2020 25 ഡിഫൈൻ ചെയ്തിട്ടില്ല കേട്ടോ. ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് പറഞ്ഞ് മോദി ഭരിക്കുന്ന സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പാണ്. പോട്ടെ, 2020 2022 ഗൗരവ് ഗൊഗോയ് ചോദിക്കുന്നു ലവ് ജിഹാദിന്റെ ചോദ്യത്തിന് ലോക്സഭയിൽ നിത്യാനന്ദ മറുപടി എന്താണ്? ഗവൺമെന്റ് ഈസ് കമ്മിറ്റഡ് ടു എൻഷുർ എവറി സിറ്റിസൺ ഫ്രീഡം ടു പ്രൊഫസ് പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലിജൻ എന്നാണ്. 2014 രാജ്യസഭയിൽ അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ, സംസ്ഥാനങ്ങൾ തിരിച്ച് ലവ് ജിഹാദ് കേസുകളുടെ ഡീറ്റെയിൽസ് തരാമോ എന്ന ചോദ്യം, ഡേറ്റ തരാമോ എന്ന ചോദ്യം. അമിത്ഷാ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ മറുപടി എന്താണ്? അങ്ങനെ ഒരു ഡേറ്റ ഇല്ല, ഡസ് നോട്ട് അറൈസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്ത് മണ്ടൻ ചോദ്യമാ സാറേ എന്നാണ് ചോദ്യം ചോദിക്കുന്ന സാമാജികനോട് അതിന്റെ പരോക്ഷമായ ഡസ് നോട്ട് അറൈസ് എന്ന വാക്കിന്റെ അർത്ഥം. രാഹുൽ ഈശ്വർ രാജ്യത്തിന്റെ സുപ്രീം കോടതി, പോട്ടെ ഹദിയ കേസിൽ സുപ്രീം കോടതി എൻ ഐ വിട്ട് പരിശോധിപ്പിച്ചില്ലേ? എൻ ഐ എ കാമ്പോട് കാമ്പ് പരിശോധിച്ചിട്ടില്ല. എന്നിട്ട് സുപ്രീം കോടതി കൊടുത്ത റിപ്പോർട്ട് എന്താ? ലവ് ജിഹാദ് ഇല്ല. രാജ്യത്തിന്റെ സുപ്രീം കോടതി, രാജ്യത്തിന്റെ പാർലമെന്റ്, രാജ്യത്തിന്റെ കോടതികൾ ഇല്ല എന്ന് പറയുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പൊന്തി വരുന്നത്? ഇപ്പോൾ ഞാൻ താങ്കളുടെ യൂട്യൂബിലെ വീഡിയോ കാണുകയായിരുന്നു. യൂട്യൂബിൽ ട്രെൻഡിങ്ങുമാണ്. രാഹുൽ ഈശ്വർ പറയുകയാണ് ഇങ്ങനെ കള്ളക്കണക്കുകൾ പറയല്ലേ ജോർജെ എന്ന് താങ്കൾ പറയുന്നത് എന്തുകൊണ്ടാണ്? രാഹുൽ ഈശ്വർ ശ്രീ ഹാഷ്മി, 1 മിനിറ്റ് അങ്ങ് എനിക്ക് തരണം. ഇത് പറയുന്നത് സാമൂഹ്യ നിരീക്ഷകനായ രാഹുൽ മാധ്യമപ്രവർത്തകനായ ഹാഷ്മിയോടല്ല, ഒരു ഹിന്ദു ബ്രാഹ്മണ ആക്ടിവിസ്റ്റായ രാഹുൽ ഈശ്വർ മുസ്ലിമായ ഹാഷ്മി താജ് ഇബ്രാഹിമിനോടാണ്. ആദ്യത്തെ പോയിന്റ്, യഥാർത്ഥത്തിൽ മുസ്ലിം ജനസംഖ്യ ക്രമാതീതമായി കൂടുന്നു എന്നൊരു തെറ്റിദ്ധാരണ എനിക്കും എൻ്റെ സമുദായത്തിലെ ഒരുപാട് ആൾക്കാർക്കും ഉണ്ട്. ഇതാണ് ഇതിൻ്റെ കോർ. ഈ തെറ്റായ ധാരണ ഇടയ്ക്കിടയ്ക്ക് തികട്ടി വരുന്നതുകൊണ്ടാണ് ഞങ്ങൾ ലവ് ജിഹാദ് എന്നും ലാൻഡ് ജിഹാദ് എന്നും തുപ്പൽ ജിഹാദ് എന്നും തുമ്മൽ ജിഹാദ് എന്നും ഒക്കെ കള്ളം പറയുന്നത്. ഇത് കള്ളമാണെന്ന് പറയുന്നത് ഞങ്ങൾക്കും അറിയാം, കേൾക്കുന്നവർക്കും അറിയാം, ചോദിക്കുന്നവർക്കും അറിയാം. പക്ഷേ വേണമെങ്കിൽ ഞാൻ 5500 ചർച്ചകളിലധികം പങ്കെടുത്തിട്ടുണ്ട്. എനിക്കും ലവ് ജിഹാദ് എന്ന വാദത്തെ ന്യായീകരിക്കാൻ 1-2 വാദങ്ങൾ ഉണ്ടാക്കാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അങ്ങനെയല്ല ഇതിൻ്റെ സത്യം. ഇതിൻ്റെ സത്യം എന്ന് പറയുന്ന അടുത്ത 30 സെക്കൻഡ് ഞാൻ പറയാം. ക്രിസ്ത്യൻ ജനസംഖ്യയുടെ ഫെർട്ടിലിറ്റി റേറ്റ് 1.6 ആണ്. ഹിന്ദുക്കളുടെ ഞങ്ങളുടെ ഫെർട്ടിലിറ്റി റേറ്റ് 1.1 to 1.3 ആണ്. മുസ്ലിങ്ങളുടെ അത് 2.7 ആണ്. അത് നോർമലും ഓക്കെയുമാണ്. യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തിൽ ഒരു അമ്മയുടെ അമ്മച്ചിയുടെ ഉമ്മയുടെ വയറ്റിൽ 2.1 കുട്ടികൾ ജനിക്കണം. ഞങ്ങൾ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അത് ജനിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ജനസംഖ്യ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭയവും ഈ പേടിയും ഉള്ളിലിട്ടുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന കള്ളങ്ങളാണ് ഈ ലവ് ജിഹാദ്, സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങൾ. അവിടെയാണ് ഇതിനെ തർക്കിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തോപ്പിക്കാൻ പറ്റില്ല. പകരം സ്നേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞ് ഇങ്ങനെയല്ല ഇത് ഡീൽ ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ മുസ്ലിം ജനസംഖ്യ നോർമലാണ്. ഏത് നോർമലാണ്? പൂജനീയ സർസംഘചാലക് മോഹൻ ഭഗവത്ജി പറഞ്ഞ 2 to 3 കിഡ്സ്, 2 മുതൽ 3 കുട്ടികൾ വരെ ഒരു കുടുംബത്തിൽ വേണമെന്ന് പറയുന്നത് പാലിക്കുന്നത് മുസ്ലിങ്ങളാണ്. അവരുടെ ഫെർട്ടിലിറ്റി റേറ്റ് 2.7 ആണ്. ഗവൺമെന്റിന്റെ ഔദ്യോഗിക കണക്കുകളുണ്ട്. എന്നാൽ ഞങ്ങൾ ഹിന്ദുക്കളുടെ ജനസംഖ്യ 1.1 to 1.3 ആണ്. പലപ്പോഴും ഹിന്ദു സംഘടനകൾ ഇത് തുറന്നു പറയാൻ മടി കാണിക്കും. കാര്യം ലൈംഗികത, കുട്ടികൾ, സെക്സ്, ഒരുപാട് കാര്യങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഇത് തുറന്നു പറഞ്ഞാൽ ട്രോൾ ചെയ്യപ്പെടുമോ, കളിയാക്കപ്പെടുമോ തുടങ്ങിയ ധാരണകൾ ഉണ്ടാകും. ഹാഷ്മിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കേണ്ടത്, മുസ്ലിം സഹോദരങ്ങൾ 27%, ഞങ്ങൾ ഹിന്ദുക്കളതിൻ്റെ ഇരട്ടി 54% കേരളത്തിൽ. കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ ഹിന്ദു കുട്ടികളെക്കാൾ കൂടുതൽ മുസ്ലിം കുട്ടികളാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായത്. ആ മുസ്ലിം കുട്ടികൾ ഉണ്ടായത് കറക്റ്റാണ്. അവരുടെ ജനസംഖ്യ വളരെ ശരിയുമാണ്. മലപ്പുറത്തിന് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഞങ്ങളുടെ അയ്യപ്പൻ ഇരിക്കുന്ന പത്തനംതിട്ട ഓരോ വർഷവും തകർന്നുകൊണ്ടിരിക്കുകയാണ്. കുമ്പനാട് പ്രേത നഗരമായിക്കൊണ്ടിരിക്കുകയാണ്. തിരുവിതാംകൂറിൽ കുട്ടികൾ കുറയുകയാണ്. അല്ലെങ്കിൽ തിരുവനന്തപുരം മുതൽ കൊച്ചി വരെയുള്ള സ്ഥലങ്ങളിൽ കുട്ടികൾ കുറയുകയാണ്. കേരളത്തിലെ 7 ജില്ലകളിൽ കുട്ടികൾ ജനിക്കുന്ന ജനങ്ങളെക്കാൾ കൂടുതൽ മലപ്പുറത്ത് ജനിക്കുന്നുണ്ട്. അത് മലപ്പുറത്തിന്റെ കുറ്റമല്ല. മലപ്പുറം നോർമലാണ്, ഞങ്ങളാണ് അബ്നോർമൽ. ഈ പേടിയും ഈ കുട്ടികൾ ജനിക്കണമെങ്കിൽ കുട്ടികൾ ജനിക്കണമെങ്കിൽ എല്ലാവരും ഒന്നാമത് നാട്ടിലുണ്ടാവണം. അങ്ങനെ പല ഘടകങ്ങളുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ പുറത്തു പോയി, ഇപ്പം നമ്മൾ കാനഡയിൽ പോകുന്നു, നമ്മൾ ജർമ്മനിയിൽ പോകുന്നു, നമ്മൾ അവിടെ പോകുന്നു, അവിടെ പോയി കുട്ടികളുണ്ടായി, ഇവിടുത്തെ കുട്ടികളാവില്ലല്ലോ. അല്ല ഹാഷ്മി, അങ്ങനെയല്ല. മാത്രമല്ല പല തിരക്കാണ്. കള്ളമാണ്. അല്ല ഹാഷ്മി, അത് നിങ്ങൾ ലിബറലുകൾ, അല്ലല്ല അങ്ങനെയല്ല. അത് നിങ്ങൾ ലിബറലുകളും മതേതരവാദികളും ഈ സീരിയസ് ആയ വിഷയം അഡ്രസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടി പറയുന്ന കള്ളമാണ്. അങ്ങനെയല്ല. ഞങ്ങൾ ഹിന്ദുക്കളുടെ ഫാമിലി പോളിസി തെറ്റിപ്പോയി, ക്രിസ്ത്യാനികളുടെ ഫാമിലി പോളിസി തെറ്റിപ്പോയി. കഴിഞ്ഞ 50 വർഷങ്ങളിൽ ഞങ്ങളുടെ ജനസംഖ്യാ നയം തെറ്റിപ്പോയി എന്നുള്ളതാണ് സത്യം. അതായത് 2 കുട്ടികളാണ് ഓരോ വീട്ടിലും വേണ്ടത്. ഹിന്ദുക്കൾക്ക് അത് 1.3 ആണ്. സവർണ ഹിന്ദുക്കൾക്ക് കുറച്ചുകൂടെ കുറവാണ്, 1.1 ആണ്. സവർണ ഹിന്ദുക്കളുടെ സാമ്പിൾ സർവേ ഉള്ളൂ. ബാക്കിയുള്ള ഫെർട്ടിലിറ്റി റേറ്റ് ഗവൺമെന്റ് എല്ലാം കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതായത് കേരളത്തിൽ ആലോചിച്ചു,
ആരുടെയും കുറ്റമല്ല, ഞങ്ങളുടെ കുറ്റം. ഞങ്ങൾക്കൊരു തെറ്റായ പോപ്പുലേഷൻ പോളിസി ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം. പക്ഷേ ഈ വിഷയം നേരിട്ട് അഡ്രസ്സ് ചെയ്യാതെ വളഞ്ഞ വഴിയിലൂടെ അഡ്രസ്സ് ചെയ്യുന്നതുകൊണ്ട് ഒരു അർത്ഥവുമില്ല. ഇന്നലെ PC ജോർജ് സാർ പറഞ്ഞതിന്റെ കാര്യം എന്താ? ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ കല്യാണ പ്രായം താമസിക്കുന്നു, അതൊരു സീരിയസ് പ്രശ്നമാണ്. ഹിന്ദു പെൺകുട്ടികളുടെ കല്യാണ പ്രായം താമസിക്കുന്നു, അതൊരു സീരിയസ് പ്രശ്നമാണ്. ഇനി ഒരു കാര്യം കൂടെ ഹാഷ്മി, ഒരു വരി കൂടെ പറയാൻ അവസരം തരണം. എൻ്റെ ജീവിതത്തിൽ എനിക്കിത് പറ്റിയതാണ്. ഞാൻ കല്യാണം കഴിച്ചിട്ട് 7 വർഷം കഴിഞ്ഞ് എനിക്ക് കുട്ടി ഉണ്ടായത്. ഈ കുട്ടി ഉണ്ടാകുന്നത് ബുദ്ധിമുട്ടാണ്, മെനക്കേടാണ്, സാമ്പത്തിക പ്രാരാബ്ധമാണ് തുടങ്ങിയ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഞാനെന്ന ഹിന്ദുവിനുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ആദ്യ മോൻ ഉണ്ടായ ശേഷമാണ് കുടുംബത്തിൽ കുട്ടികൾ ഉണ്ടാകേണ്ട പ്രാധാന്യം ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പം എനിക്ക് രണ്ടാമത്തെ ഒരു കുട്ടി കൂടെ ഉണ്ട്. നമ്മൾ ഹിന്ദു ജനവിഭാഗങ്ങൾക്കും ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾക്കും ഈ 2 കുട്ടികൾ എന്ന ഫെർട്ടിലിറ്റി റേറ്റ് എന്ന ആശയം മുമ്പോട്ട് വെക്കുന്നതിന് പകരം ഇങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ടൊരു കാര്യമില്ല. ഇപ്പം നമ്മുടെ മീനച്ചലിയിൽ നിന്ന് 400 പേര് പോയില്ല എന്ന് PC ജോർജ് സാറിനും അറിയാം, കേൾക്കുന്ന ഹാഷ്മിക്കും അറിയാം, എനിക്കും അറിയാം, ബാബുച്ചേട്ടനും അറിയാം, അവിടെ ഇരിക്കുന്ന ആൾക്കാർക്കും അറിയാം. അതിനെ ന്യായീകരിക്കാൻ പറ്റില്ലെന്ന് ലോകത്തിൽ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഈ അങ്ങനെയാണെങ്കിൽ 4 പേരുടെ പേര് പറയാൻ പറഞ്ഞാൽ PC ജോർജ് സാറിന് പറയാൻ പറ്റൂല. പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ജനസംഖ്യയ്ക്ക് ഒരു തളർച്ചയും തകർച്ചയും ഉണ്ട്. ക്രിസ്ത്യാനികളുടെ അടിസ്ഥാന വിഹ്വലതകളിലൊന്ന്, പേടികളിലൊന്ന്, 50 വർഷം മുമ്പ് ക്രിസ്ത്യാനികൾ 21% അന്ന് മുസ്ലിങ്ങൾ 17%. ഇന്ന് ക്രിസ്ത്യാനികൾ 17%, മുസ്ലിങ്ങൾ 27%. പക്ഷേ നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ ഓർക്കേണ്ടത് മുസ്ലിങ്ങൾ കൂടിയതല്ല, ക്രിസ്ത്യാനികൾ കുറഞ്ഞതാണ്. മുസ്ലിങ്ങൾ കൂടുന്നതല്ല, ഹിന്ദുക്കൾ കുറയുന്നതാണ്. അവിടെയാണ് ഈ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന വിഷയത്തെ മറ്റൊരു വിഷയത്തെ ഒറ്റ വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിനെക്കുറിച്ചാണ് പൂജനീയ സർസംഘചാലക് ഗുരുജി ഗോൾവൽക്കർ പറയുന്നത്. ഈ ഹിന്ദുക്കളുടെ കാട്ടി ജനസംഖ്യ കൂടുതലും മുസ്ലിങ്ങൾക്ക് ഉണ്ടാകുമെന്ന തെറ്റിദ്ധാരണ കൊണ്ടാണ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരണമെന്ന് പോലും ഹിന്ദുക്കളിലെ ചിലർ പറയുന്നത്. ഇത് ആഴമേറിയ ഒരു പ്രശ്നമാണ്. ഇതിനെ സത്യസന്ധമായി അഡ്രസ് ചെയ്യുന്നതിന് പകരം വളഞ്ഞുകെട്ടി ലവ് ജിഹാദാണ്, തുപ്പൽ ജിഹാദാണ്, തുമ്മൽ ജിഹാദ് എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു ഗുണവുമില്ല. നമ്മൾ ഇനിയെങ്കിലും സത്യം പറയാൻ പഠിക്കണം. PC ജോർജ് സാറിന് എനിക്ക് ഇഷ്ടമാണ്, ജ്യേഷ്ഠ സഹോദര തുല്യനാണ്, ഷോണന്റെ സഹോദരനാണ്. പക്ഷേ ഈ വിഷയം സത്യസന്ധമായി നമ്മൾ അഡ്രസ് ചെയ്തില്ലെങ്കിൽ നാളെ നമ്മുടെ തലമുറ ഇല്ലാതെ. ഒറ്റ വരി കൂടെ പറഞ്ഞു ശ്രമിക്കുക. ഇനി ഒരു മുസ്ലിം സമൂഹത്തിന്റെ കാര്യം എടുക്കണ്ട. ഈ ജനന നിരക്കി പോയാൽ 100 വർഷത്തിനകം കേരളത്തിൽ ഹിന്ദുക്കൾ ഇല്ലാതാകും. അതായത് കേരളത്തിലെ ഹിന്ദുക്കളുടെ വളർച്ചാ നിരക്ക് പ്രകാരം 100 വർഷം കൊണ്ട് കേരളത്തിൽ ഹിന്ദുക്കൾ ഇല്ലാതാകും. നമ്മൾ ഇല്ലാതാകണ്ട എന്നുണ്ടെങ്കിൽ ഈ ജനസംഖ്യാ പ്രശ്നത്തെ സത്യസന്ധമായി അഡ്രസ് ചെയ്ത് മുമ്പോട്ട് വരണം. ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുക അല്ല ചെയ്യേണ്ടത്.